നമസ്കാരം. സ്വാദിഷ്ടമായ ഓണസദ്യ. എന്നാൽ ഓണസദ്യയിൽ എല്ലാ വിഭവങ്ങളും എല്ലാ മലയാളികളും കഴിക്കാറുമില്ല. ശരിക്കും ഹെൽത്തി ആയിട്ടൊരു ഓണസദ്യ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഡോക്ടർ നോക്കുന്നത്? ഒരു ഓണസദ്യ എന്ന് പറയുന്ന ഏറ്റവും ഹെൽത്തി ഓപ്ഷനാണ് ഒരു മലയാളിയെ സംബന്ധിച്ച്. എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അതെ, അതായത് വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, ഇതിന്റെ ഒരു ശേഖരം തന്നെയാണ് ഇത്. അതെ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ്, ഞാൻ എപ്പോഴും പറയും, ഈ പ്ലേറ്റിന് നേരെ ഒന്ന് തിരിച്ചു വെക്കാൻ. അതായത് 80% ചോറും 20% വെജിറ്റബിൾസും കഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇത് നേരെ ഒന്ന് തിരിച്ചാക്കി കഴിഞ്ഞാൽ ഇത് ഹെൽത്തി ആയി കഴിഞ്ഞു. അതായത് ആ 20% എന്നുള്ളത് ചോറാക്കിയിട്ട് ഈ ബാക്കിയുള്ള മുഴുവൻ നമ്മുടെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് മുഴുവൻ ഈ വെജിറ്റബിൾസിലും കറികളിലുമാണ്. ഇപ്പൊ വെജിറ്റേറിയൻസ് ആവുന്ന പല ആൾക്കാർക്കും മീറ്റ് ഓപ്ഷൻസോ ഫിഷോ എഗ്ഗോ കഴിക്കാൻ പറ്റാത്തവര് ഇത്ര റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ നല്ല രീതിയിലുള്ള പ്രോട്ടീനും ഫാറ്റും കിട്ടുകയുള്ളൂ. പല വെജിറ്റേറിയൻ, ഞാനൊരു വെജിറ്റേറിയൻ ഫാമിലി എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കും. ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വെജിറ്റേറിയനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വ്യക്തി നല്ല രീതിയിലുള്ള പ്രോട്ടീൻ സോഴ്സുകളോ ഫാറ്റുകളോ വെജിറ്റേറിയൻ സോഴ്സിൽ നിന്ന് കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ മിക്ക വെജിറ്റേറിയൻസിനും പല വയറ് സംബന്ധമായിക്കോട്ടെ അല്ലാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഒരു പർട്ടിക്കുലർ ഡയറ്റിലേക്ക് തന്നെ അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് മൾട്ടിപ്പിൾ വെജിറ്റേറിയൻ സോഴ്സിനെ പലപ്പോഴും നോക്കി കാണാറില്ല. പലപ്പോഴും പലർക്കും ഇതിന്റെ ഒരു അവയർനെസ് അറിയത്തില്ല. എത്രത്തോളം വെജിറ്റബിൾസ് നമുക്ക് എത്രത്തോളം അതിന്റെ വൈറ്റമിൻസ് കിട്ടും എന്നുള്ള കാര്യം അറിയില്ല. ഇതിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു ചിട്ടയുണ്ട്. അതായത് നമ്മളുടെ കുട്ടിക്കാലം തൊട്ട് എനിക്കൊക്കെ മുത്തശ്ശനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, മുത്തശ്ശൻ ഇവിടെ ഇരിക്കും, ചെറുപ്പത്തിൽ തന്നെ ആദ്യം തന്നെ പരിപ്പും നെയ്യും കൂട്ടി കഴിക്കുക എന്ന് പറയും. അപ്പൊ സത്യം പറഞ്ഞാല് നമ്മൾ ഇതിന്റെ ഒരു ഹെൽത്തി ഓപ്ഷൻ ആണല്ലോ എന്നോട് ചോദിച്ചത്. ആദ്യം തന്നെ നമ്മൾ ബ്രെയിൻ ഫുഡാണ് കൊടുക്കുന്നത്. നെയ്യ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഫുഡാണ്. അപ്പൊ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ബ്രെയിനെയാണ് നമ്മൾ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നുള്ളതാണ്. പിന്നെ ശർക്കര പുരട്ടി നമ്മൾ ആദ്യം കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻസൈംസിനെ, അതായത് ഡൈജസ്റ്റീവ് എൻസൈംസിനെ നമ്മൾ വിളിക്കുന്നതാണ്. ആദ്യം നമ്മൾ മധുരം കൊടുത്താണ് എൻസൈംസിനെ നമ്മളുടെ വയറിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു പരിപ്പും നെയ്യിലും നമ്മൾ തുടങ്ങി. സാമ്പാർ എന്ന് പറയുമ്പോൾ അഗെയിൻ പ്രോട്ടീൻ വിത്ത് വെജിറ്റബിൾസ് ആണ്. അപ്പൊ പരിപ്പും അതെല്ലാം കഴിക്കുന്നു. അവിയൽ എന്റെ ഫേവറേറ്റ്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞു തരുന്നത്. അവിയൽ എന്ന് പറയുന്നത് അത് പച്ച തേങ്ങയായിട്ടാണ് നമ്മളത് ചേർക്കുന്നത്, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ. അതിനകത്ത് ഒരൊന്നും ഫ്രൈഡ് അല്ല. അപ്പൊ ഏറ്റവും ഹെൽത്തി ഓപ്ഷനും ഏറ്റവും എനിക്ക് പറയുമ്പോ തന്നെ വായിൽ വെള്ളം. ഞാൻ അതാ സത്യം പറയുമ്പോഴേ എന്റെ മുമ്പിൽ ഇതൊക്കെ ഇങ്ങനെ ഇത് ഈ ആഹാരത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ടെൻഡൻസിയാ. അപ്പൊ ഈ പുളിരസം, അതുപോലെ തന്നെ ഈ ഇഞ്ചി, നമ്മൾ പുളിയിഞ്ചി എന്ന് പലരും പറയും, ഇഞ്ചിക്കറി എന്ന് നമ്മൾ പറയും. അത് കഴിക്കുമ്പോൾ വെച്ചാൽ വീണ്ടും സ്റ്റിമുലേറ്റിംഗ് ഓഫ് എൻസൈംസ് ആണ്. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങളുടെ വായിൽ വെള്ളം ഊറുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വയറിലുള്ള എൻസൈംസ് അവിടെ വന്നു കഴിഞ്ഞു, റെഡി ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഓരോ രസങ്ങളാണ് നമ്മൾ ആദ്യം തൊട്ടുണർത്തുന്നത്. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പായസം വരുന്നു. ഈ പായസം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അവസാനം സംഭാരം കുടിക്കുന്നു. അതെന്ന് വെച്ചാൽ ഡൈജഷൻ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൻ്റെതായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഓർഡറിന് ഈ എല്ലാ കറികളും, കുട്ടികളൊക്കെ ആണെങ്കിൽ ആ മത്തങ്ങ മാത്രം, അല്ലെങ്കിൽ മധുരമുള്ള പച്ചടികളും അത് മാത്രം എടുത്ത് കഴിക്കും. പക്ഷെ അവര് മനസ്സിലാക്കുന്ന വെച്ചാൽ പേരൻസ് അവരെ കൂടെ തന്നെ ഇരുന്ന് കുട്ടികൾ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചാൽ എപ്പോഴും പേരൻസ് കൊടുക്കുന്നത് അറിയോ, ചോറും പപ്പടും. ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് അത്. നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന വെച്ചാൽ അവര് ഇതാണ് തോരൻ, അല്ലെങ്കിൽ ഇത് ഓരോന്നിന്റെയും ഓരോ ഉരുള ഓരോ കറി വെച്ച് കഴിക്കാൻ പഠിപ്പിക്കണം. മത്തങ്ങ എന്ന് പറയുന്ന, മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുന്നത്, പയറും മത്തങ്ങയും കൂടെ എന്ന് പറയുന്നത് ഏറ്റവും നല്ല കിങ് ഓഫ് വെജിറ്റബിൾ ആണ് പംകിൻ എന്ന് പറയുന്നത്, മത്തങ്ങ. ഈ മത്തങ്ങയിലുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും മത്തങ്ങ കഴിക്കുന്ന ഒരാൾക്ക് വേറൊന്നും വേണ്ടാന്ന് വരെ പറയും. അങ്ങനെ ഞാൻ പറയില്ല, പക്ഷെ എന്നാലും മത്തങ്ങ എന്ന് പറയുന്ന നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇതാണ്. അതേപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവര് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് മത്തങ്ങ എരിശ്ശേരിയും ഓലനുമാണ്. ഓലൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലിലുള്ള സാധനങ്ങളാണ്. തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഗട്ട് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസാനം വരുന്ന കാളൻ എന്ന് പറയുന്നത് അത് ഇത്തിരി പുളിച്ച് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോബയോട്ടിക് ഇത് അതിനകത്ത് കൂടുതലായിരിക്കും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ ഈ പായസവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ്സിൽ കഴിക്കരുത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സദ്യ ഉണ്ട് കഴിഞ്ഞ് പായസം ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൂൺ അതിന്റെ ടേസ്റ്റിന് വേണ്ടി മാത്രം ഒന്ന് ഒഴിച്ച് അത് കഴിക്കുക.
രണ്ടാമത്തെ പായസം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പായസം, ഇത് രണ്ടും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ചെറിയ വട്ടം നമ്മൾ കഴിക്കുക. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് അത് കഴിക്കേണ്ടത്. കാരണം നമ്മൾ നമ്മുടെ നാക്കിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കുക. നമ്മൾ വയറിനെ ആയിരിക്കില്ല സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. നമ്മുടെ മുന്നേ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് സാറ്റിസ്ഫൈ യുവർ ടങ് ബട്ട് നെവർ സാറ്റിസ്ഫൈ യുവർ സ്റ്റൊമക് എന്ന് പറയാം. അപ്പൊ അതായത് അപ്പൊ എല്ലാ രസങ്ങളും കിട്ടി, വയറ് ഹാപ്പിയായി, കുറച്ചൊരു കാൽ സ്പേസ് എങ്കിലും, അരവയറ് ഇടണം എന്ന് പറഞ്ഞു ഞാൻ പറയണ, ഓണസദ്യ കഴിക്കുമ്പോൾ ഒരു കാൽ വയറെങ്കിലും ഇട്ടാൽ മാത്രമേ ഈ വാഷിംഗ് മെഷീൻ പോലെയാ, വാഷിംഗ് മെഷീനിൽ കുത്തി നിറച്ച് നിങ്ങള് ബ്ലാങ്കറ്റ്സും ബേബി ക്ലോത്ത്സും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിന് ഗ്യാപ്പ് ഉണ്ടാവില്ല ഇത് ചെയ്യാനായിട്ട്. അന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കാൽ സ്പേസ് എയർ വന്നാൽ മാത്രമല്ലേ ഇത് നന്നായിട്ട് ഡൈജസ്റ്റ് ആവുള്ളൂ. അപ്പൊ കുത്തി നിറച്ച് തൊണ്ട വരെ കഴിക്കരുത്. കാരണം ഇത് ഒരിക്കലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് കാരണം ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് സംഭാരം കുടിച്ച് അവസാനിപ്പിക്കുക. സദ്യ കഴിക്കാൻ എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ പ്രമേഹ രോഗമുള്ളവർ എങ്ങനെയാണ് ഈ സദ്യ നോക്കി കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിസ്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണത്. കാരണം ഈ പ്രമേഹമുള്ളവർ, ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് കുറച്ച് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഉച്ചയ്ക്കാണല്ലോ സദ്യ വരുന്നത്, ഇത് തന്നെ രാത്രിയും ഈ പായസ കൊതിയന്മാരും കൊതിച്ചികളും ഈ രാത്രിയും ഇതെടുത്ത് കഴിക്കും. ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഉച്ചയ്ക്ക് കഴിക്കുന്നത് നമ്മൾ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലയിൽ കുറച്ചൊന്ന് കഴിച്ചിട്ട് നമ്മൾ കുറെ കഴിഞ്ഞിട്ട്, അതായത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അത് മാത്രമായിട്ട് കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ വെച്ചാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും. അതായത് നമ്മൾക്കത് കഴിച്ചിട്ട് ഹെവി ആണെങ്കിൽ നമ്മൾ ഒരു നേരത്തെ മീൽ അങ്ങ് സ്കിപ്പ് ചെയ്യാം. ഞാൻ യൂഷ്വലി എന്നോട് പേഴ്സണലി ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഞാൻ ഹെവി ആയിട്ട് ഇപ്പോൾ ഒരു ബുഫേ കഴിച്ചു അല്ലെങ്കിൽ ഞാനൊരു സദ്യ കഴിച്ചാല് ഞാൻ ഒരു നേരത്തെ മീൽ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യാറ്. കാരണം എനിക്കത് കൂടുതലാണ്, എനിക്കത് ഭയങ്കര ഹെവി. ഞാൻ ചില സമയത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ഞാൻ നല്ലപോലെ കഴിച്ചിട്ട് ഞാൻ ഒരു നേരം കഴിക്കാതിരിക്കും. അപ്പൊ പിന്നെ അത് പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് ഡൈജസ്റ്റ് ചെയ്ത് ഇത് ചെയ്യാൻ ഞാൻ വിചാരിക്കും എനിക്ക് അർഹതയുണ്ടോന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. എൻ്റെ മുത്തശ്ശനും പറയുന്ന ഒരു കാര്യമാണ്, അതായത് ചില ദിവസങ്ങൾ നമ്മൾ ലീവ് എടുത്തിരിക്കുന്ന ദിവസം നമ്മൾ അധ്വാനിക്കുന്ന ദിവസവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ദിവസം അതിന്റെ ആവശ്യമില്ല. പക്ഷെ തിരിച്ചാണ് ആൾക്കാർ ചെയ്യാറ്. റിലാക്സ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹോളിഡേ മൂഡിൽ ഇരിക്കുന്ന ദിവസം മാക്സിമം മൂക്കുമുട്ട കഴിക്കുക എന്നുള്ള ആ ഒരു ഇത് കഴിക്കും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്ന ദിവസമാണ് നമ്മൾ ശരിക്കും കഴിക്കേണ്ടത്. അല്ലാത്ത ദിവസം എന്ത് ചെയ്യണം? നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം കുറച്ച് എമൗണ്ടിൽ കഴിക്കാം. കാരണം റെസ്റ്റിംഗ് ആണ്. അപ്പൊ ഈ സദ്യയുടെ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊരു ഹോളിഡേ മൂഡിലായിരിക്കും, നിങ്ങൾ ഹൈലി റിലാക്സ്ഡ് ആയിരിക്കും. അപ്പൊ വളരെ കുറവ് മാത്രം കഴിക്കും. ഈ സന്ധ്യാസമയത്ത് സദ്യ കഴിക്കുന്നതിനെ പറ്റി എന്താണ്? സന്ധ്യാസമയത്ത് നമ്മൾ കഴിക്കുന്ന ഒരു സമയം അല്ലല്ലോ ആക്ച്വലി. പക്ഷേ ഈ സദ്യ ആയതുകൊണ്ട് തന്നെ ചില ആൾക്കാരുണ്ട് 7 മണിക്കൊക്കെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഓണം ദിവസം ആ ഒരു ടൈം തന്നെയാണ് അവർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് ശരിക്കും ഹെൽത്തി ആണ്? ഹെൽത്തി അല്ല. ഞാൻ പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് സദ്യ കഴിച്ചവരാണെങ്കിൽ ആ വൈകുന്നേരത്തെ ആ ഒരു സമയത്ത് ഹെവി ആയിട്ടുള്ള ഒരു സദ്യ കഴിക്കാതെ, നമ്മൾ കൂടുതലും പണ്ട് ഉള്ള കാരണവന്മാരെന്താ, അവർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ആയിട്ട് കഞ്ഞിയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പ്രോട്ടീൻ സോഴ്സസ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട്, ഇപ്പൊ വെസ്റ്റേൺ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ പ്ലേറ്റ്സ് കുറഞ്ഞാണ് രാത്രി ആകുമ്പോഴത്തേക്ക് വരുന്നത്. നമ്മളുടെ ഈ കേരളത്തിലല്ല, സൗത്ത് ഇന്ത്യയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോഴേ ആഹാരം കഴിക്കാൻ സമയമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ. ഇതാണ് നമുക്ക് പ്രമേഹ രോഗത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ഇത് തന്നെയാണ് ഈ രാത്രി കൂടുതൽ അമിതമായി കഴിക്കുന്നത്. അതിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ എഗെയിൻസ്റ്റ് ആണത്. എനിക്ക് അറിയാൻ ഒരുപാട് ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ് ഡോക്ടറുടെ ഒരു കുട്ടിക്കാലത്തുള്ള ഓണവിശേഷങ്ങളുടെ ഒരു ഓർമ്മ ഒന്ന് പറഞ്ഞു. എനിക്ക് കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ, ഞങ്ങൾ പെരുമ്പാവൂരാണ്, രായമംഗലം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ശരിക്കുള്ള ഓണം, എല്ലാ ദിവസവും ഉള്ള ഓണം. ശരിക്കുള്ള മെയിൻ തിരുവോണത്തിന്റെ അന്ന് അമ്മയുടെ വീട്ടിലേക്ക്, കറുകടം കോതമംഗലത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പൊ അങ്ങോട്ട് പോവുക. ഇപ്പൊ നേരെ തിരിച്ച് ഇപ്പൊ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പാലാരിവട്ടത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോ തിരുവോണത്തിന്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ പെരുമ്പാവൂരിലേക്ക് പോവാന്നുള്ളതാണ് പിന്നീടുള്ള എൻ്റെ കാലഘട്ടം ആയപ്പോഴത്തേക്കും വന്നുള്ള വ്യത്യാസം. അപ്പൊ അന്ന് ഉള്ള ഒരു ഓണം ഓർമ്മ എന്ന് പറയുന്നത്, ഇപ്പോ നമ്മൾ ഇവിടെ പാലാരിവട്ടത്തെ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ജമന്തി മേടിക്കുന്നു, വെന്തി മേടിക്കുന്നു, മുല്ലപ്പൂ മേടിക്കുന്നു, നേരെ ഒരു എഫേർട്ട് ഇല്ലാതെ നേരെ നല്ല ഭംഗിയുള്ള ഒരു പൂക്കളം ഉണ്ടാക്കിയിടുന്നു. റെഡിമെയ്ഡ് പൂക്കളം വരെ വന്നു തുടങ്ങി. അപ്പൊ എന്റെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഞാനും കൊച്ചച്ഛന്റെ മക്കളും കൂടെ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ അരിപ്പൂ എന്നൊക്കെ പറയുന്ന പൂവുണ്ട്. അപ്പൊ നമ്മൾ ഈ കുമ്പിള് കുത്തിയിട്ട് ലൈറ്റ് വയലറ്റ് അതിന്റെ കളർ,
അത് നമ്മളിങ്ങനെ പൊട്ടിച്ച് ഒത്തിരി പൂവുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇത്തിരി കുമ്പിളെങ്കിലും കളേഴ്സും ഉണ്ട്. അപ്പൊ അരിപ്പൂവിൽ ഈ ഒരു സംഭവം ഞാൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ അനിയൻ വേറൊരു ഇത്, പിന്നെ ഞങ്ങളുടെ കൊച്ചച്ഛൻ്റെ മക്കള് വേറെ, അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു കൂട്ടായി ഓടി നടന്ന് വൈകുന്നേരം എല്ലാം കളക്ട് ചെയ്ത് പിറ്റേ ദിവസം ആരുടെ പൂക്കളമാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ആ ഒരു ഏറ്റവും വലിയ പൂക്കൾ ആരുടെയാണ്. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ഓണത്തിന്റെ ഏറ്റവും എഫേർട്ട് എടുത്ത് ചെയ്ത് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഓരോ ദിവസം എങ്ങനെയായിരിക്കണം പൂക്കളം എന്നൊക്കെ കുട്ടികളുടെ ഉള്ളിൽ ഭയങ്കര ജിജ്ഞാസയും അതുപോലെ ഒത്തിരി സന്തോഷം തരുന്ന ഓർമ്മകളാണ് നമുക്കൊക്കെ. അതേപോലെ തന്നെ സദ്യ എന്ന് പറയുന്ന വൺസ് എന്നെ വയൽ കിട്ടുന്ന സാധനമാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ പശു ഉള്ളതുകൊണ്ട് പായസത്തിന് യാതൊരു കുറവുണ്ടായിട്ടില്ല. എല്ലാ ആഴ്ചയും അമ്മ പായസം വെക്കുന്ന ഒരു വീടായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കുടുംബം മൊത്തം ഞങ്ങള് ആ ഒരു ജോയിന്റ് ഫാമിലി ആ ഒരു നേച്ചറിലാണ് വളർന്നു വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ 3 വീട്ടുകാരും എന്ന് പറയും, അച്ഛനും ചേട്ടാനിയന്മാരും എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ഒരുമിച്ച് കഴിക്കുക എന്നുള്ളത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ആ ഒരു ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് അത്രയും. ഇപ്പൊ എല്ലാം എഫേർട്ട്ലെസ് ആവുമ്പോ ഇപ്പൊ അമ്മയും ചിറ്റയും വല്യമ്മയും എല്ലാവരും കൂടെ കൂടിയിട്ട് അവരുടെ എല്ലാവരുടെയും കറികളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും അതൊക്കെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഓർമ്മയില്ലേ. പക്ഷെ ഇപ്പോഴത്തെ എല്ലാം നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം റെഡിമെയ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അന്ന് മേടിക്കാതിരുന്ന് ഒരു 5-6 കറികളാണ് നമുക്ക് വയ്ക്കാൻ പറ്റുള്ളെങ്കിലും അത് കുക്ക് ചെയ്ത് എല്ലാവരും ആ ഉള്ളത് കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതാവുന്ന അത് പേടിക്കാതെ കഴിക്കാം. പായസം മാത്രം പുറത്തുനിന്ന് മേടിക്കാൻ ഒരു ഇതാണ് ഞാനിപ്പോ ചെയ്യാറ്. പിന്നെ എന്താ പറയാ, ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒത്തുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ആ ജോയിന്റ് ഫാമിലി അതൊക്കെ കിട്ടുന്നതാണല്ലോ ആഘോഷം. അപ്പൊ നമ്മൾ ആഹാരത്തിനേക്കാളും ഉപരി ആ കൂട്ടായ്മകൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സമ്മർദ്ദം അതായത് സമ്മർദ്ദം എന്നാണ് എന്റെ എല്ലാ എപ്പോഴും ടോപ്പിക്കാണ്. ആ സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു കാര്യങ്ങൾ കുറച്ച് ഷെയറിങ്ങും, ഓണസദ്യയൊക്കെ കഴിയുമ്പോൾ പുരുഷന്മാരൊക്കെ ഒരു സൈഡിലേക്ക് സ്ത്രീകളൊക്കെ ഒരു സൈഡിലേക്ക് ഇരുന്നിട്ട് അവരുടെ കുറച്ച് വർത്താനങ്ങളും കാര്യങ്ങളും ഇതിനകത്തൊക്കെയാണ് ശരിക്കും നമ്മൾ ഡീസ്ട്രെസ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഹോളിഡേ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും ദിവസം ഉണ്ടായിരുന്ന എൻജോയ്മെന്റ് പോകുന്നു, കുട്ടികൾ കരയുന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. ഇതൊക്കെയാണ് നമുക്ക് ഇത് മിസ് ചെയ്യാതെ നമ്മുടെ ജനറേഷനിലേക്ക് പകർന്നു പോട്ടെ എന്നാണ് ഞാനും ആശംസിക്കുന്നത്. ഇതിപ്പം കിട്ടാറുണ്ടാവില്ല. ഓണക്കോടിയോട് എക്സൈറ്റ്മെന്റ് ഇല്ല. നമ്മളെ സംബന്ധിച്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ഉടുപ്പാണത് വിഷുക്കോടി, ഓണക്കോടി. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം മേടിക്കാം. അപ്പൊ അവൈലബിലിറ്റിയും അല്ലെങ്കിൽ അതിനുള്ള ഒരു റിസോഴ്സസും ഒക്കെ ഇപ്പൊ കൂടുതലാണ്. അപ്പൊ എപ്പോഴും നമ്മളുടെ ഞാൻ എപ്പോഴും പറയും, എന്റെ കാലഘട്ടത്തിലുള്ള ആ 80s ജനിച്ച എല്ലാവരും ഒരു പരിധി വരെ ലക്കിയാണ്. കാരണം നമുക്ക് എല്ലാത്തിനും ആ ഗ്രാറ്റിറ്റ്യൂഡും വാല്യൂ കൂടുതലായിരിക്കും. എല്ലാത്തിനും ഒരു ഫീൽ ഉണ്ടായിരുന്നു, അതൊരു കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു വിഷു കഴിഞ്ഞ് ഒരു ഓണം വരാനുള്ള ഒരു കാത്തിരിപ്പ്. പക്ഷെ ഞാൻ ഈ യങ് ജനറേഷന്റെ കൂടെയും ആണ് കേട്ടോ. അത് കാരണം വെച്ചാൽ എനിക്ക് പക്ഷഭേദമൊന്നും ഇല്ല. കാരണം വെച്ചാൽ ഞാൻ ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറയുമെങ്കിലും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ നിന്നാണ് പഠിക്കുന്നത്. കാരണം ഞാൻ അവരുടെ ഒരു പലരും കുറ്റപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിക് പറയുന്നെങ്കിലും ശരിക്കും പറയുവാണെങ്കിൽ പഴയ കാലഘട്ടത്തിനേക്കാളും കുറച്ചുകൂടി കറപ്ഷൻ കുറവും നിഷ്കളങ്കതയും ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. അത്രയും ഒരു കറപ്റ്റഡ് ആയിട്ട് ചിന്തിക്കുകയും അല്ലെങ്കിൽ അവര് അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാന്ന് എനിക്ക് പലപ്പോഴും ഈ ടീനേജ് കുട്ടികളോടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോടും സംസാരിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ബുദ്ധി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ ഓൾഡ് ജനറേഷനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് പലപ്പോഴും ഞാൻ സംസാരിക്കാറെങ്കിലും ഞാൻ ഈ ന്യൂ ജനറേഷന്റെയും കാലഘട്ടത്തിലും അവരുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരി കൂടിയാണ്.